ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, ഒരു 1.25 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരി കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം. നമ്മൾ എപ്പോഴും മിക്സിയിലൊക്കെ അടിച്ച് കുരുവൊക്കെ അരഞ്ഞ് കൈപ്പോടല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ കാണുക. അപ്പോൾ ഇത് വൃത്തിയാക്കി എടുത്തപ്പോൾ ഇതിൻ്റെ അഴുക്ക് കണ്ടില്ലേ, നല്ല രീതിയിലുള്ള അഴുക്കുണ്ടായിരുന്നു. ചെറിയ ചെറിയ പൊടികളും വേറെ എന്തൊക്കെയോ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഇളക്കിയെടുത്ത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് കുറച്ച് പരിപാടിയായിരുന്നു, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുള്ളത് കൊണ്ട് തന്നെ നല്ല പാടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഓരോന്നോരോന്നെടുത്ത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിത് ക്ലീൻ ചെയ്ത ടൈമിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അത് നന്നായിട്ട് തന്നെ മാറ്റി കൊടുത്തു. അതിനുശേഷം അത് നിറയുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് മുന്തിരി. ഒരു അലുമിനിയം ചരുവം നിറയുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു മുന്തിരി. അതിനുശേഷം ആ ഒരു മുന്തിരി എടുത്തേക്കുന്നതിൻ്റെ പൊക്കത്തിൽ കുറച്ചും കൂടെ പൊക്കത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ കഴുകിയെടുത്ത വെള്ളം മാറ്റി പാത്രത്തിനകത്താക്കി നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ചെന്ന് പറഞ്ഞാൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണാണ്. അതിനുശേഷം ഇട്ടേക്കുന്ന സിനമൺ സ്റ്റിക്കാണ്. ഇത് നമ്മുടെ കറുവപ്പട്ട. അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നല്ല രീതിയിൽ തിളപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു സിനമൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിൽ കലങ്ങുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. കാരണം ആ ഒരു കുരു നല്ല രീതിയിൽ കട്ടിയായി മാറും ആ മുന്തിരിയുടെ. അതിനുശേഷമാണ് അത് പൊട്ടി പുറത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പത വരുത്തില്ലേ, ആ ഒരു പത നല്ല രീതിയിൽ പൊങ്ങി വരുന്ന ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ച് കൊടുക്കണം. ഒറ്റ തിളയ്ക്കുമ്പോഴത്തേക്കും ഓഫാക്കരുത്, കാരണം നന്നായിട്ട് തിളച്ച് നല്ല ആ ഒരു വെള്ളം വറ്റി വന്നാലേ ആ ഒരു മുന്തിരി ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിലെ മറ്റുള്ള ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒതുക്കാം, കുട്ടികളെ നോക്കാനാണെങ്കിൽ അത് നോക്കാം, വേറെ എന്താണെങ്കിലും. കാരണം നന്നായിട്ട് തിളച്ച് അത് പൊട്ടി പരുവായിട്ട് വരണം. അത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വെള്ളം തിളച്ച് വരുമ്പോൾ നല്ല രീതി കട്ടിയാവും. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ മുന്തിരി തനിയെ പൊട്ടും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവ്. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇത് ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. ഇതെടുത്തപ്പോഴത്തേക്കും നല്ല എന്താ പറയേണ്ടത്, നല്ല റെഡ് കളർ, നല്ല ഒരു ഡാർക്ക് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. കുരു വേറെ, തൊലി വേറെ, ഉള്ളിലെ സത്ത് വേറെ, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു ദിവസമല്ല 2 ദിവസം 3 ദിവസമൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പം ഒരു ദിവസം കൊണ്ട് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം. അപ്പം ഇതങ്ങനെ അരിച്ച് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. കുരു വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട്. കുരു വീഴാതെ നോക്കണം. കുരു വീണാലും കുഴപ്പമില്ല, കാരണം കുരുവിൽ കയ്പ്പൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഒരു ഡേ ഫുള്ള് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏകദേശം കയ്പ്പൊക്കെ മാറും. അപ്പോൾ നമ്മുടെ മുന്തിരി അടിപൊളിയായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അരിച്ചതിന് ശേഷം നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമ്മുടെ സിനമൺ കണ്ടോ ഒടിഞ്ഞ് വരുന്ന പരുവലായുണ്ട്, കാരണം അതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ ഇതിൻ്റെ ആ ഒരു ക്രഷ് കിട്ടും. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് മധുരം ഇട്ടെടുത്താലും അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും എടുക്കുന്നില്ല, അരിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച്. എന്നിട്ട് ഇത് എടുക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ടാലും നല്ല ടേസ്റ്റാണ് തണുപ്പുള്ളപ്പോൾ. ഭയങ്കര നല്ല എന്താ പറയണ്ട, നമ്മുടെ ദാഹത്തിനൊക്കെ ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും മുന്തിരി ജ്യൂസൊക്കെ വേറെ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നവർക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തണുപ്പിച്ച് കുടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. തണുപ്പില്ലാതെ കുടിച്ചാൽ അതിന് ഒരു ടേസ്റ്റോ ഒരു വികാരമോ കാണില്ല. നല്ല തണുത്ത് സെറ്റായിട്ട് കുടിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കുക.